കറക്റ്റ് സമയത്ത് ഞാൻ ഗോപ്രോ ഓഫാക്കി. പക്ഷേ നല്ലൊരു വ്യൂ ആയിരുന്നു അവിടുന്ന് മുകളിൽ നോക്കുമ്പോൾ. അങ്ങനെ ഇനി 40 കിലോമീറ്ററൂടെ അരമണിക്കൂറുകളുണ്ട്. ഞാൻ മുമ്പിൽ പോകുന്നത് ശരിയാവത്തില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വഴിതെറ്റിക്കും. അങ്ങനെ ഞാൻ ഒരു ടേൺ ചെയ്യേണ്ടടുത്ത് ടേൺ ചെയ്ത് അടിച്ചു വിട്ടും. നല്ല രസമായിരുന്നു. 100 കിലോമീറ്റർ സ്പീഡ്, നല്ല അടിപൊളി ഹൈവേ അടിച്ചു വിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ എക്സ്ട്രാ പിന്നെ കുറച്ചുകൂടി പോകേണ്ടി വന്നു 10 കിലോമീറ്ററൂടെ. അങ്ങനെ ഇനി അരമണിക്കൂറും കൂടെ ഉള്ളൂ. അരമണിക്കൂറും കൊണ്ട് നമ്മൾ ആ ഒരു നാഷണൽ പാർക്ക് എത്തും. പിന്നെ അവിടെ റൈഡ് ചെയ്യണം. നല്ല റൂട്ടാണ് കേട്ടോ, നല്ല സീനിക് റൂട്ടാണ്. കണ്ടില്ലേ, അടിപൊളി റൂട്ടാണ് കേട്ടോ. നല്ല മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന റോഡ്. മരത്തിൻ്റെ ഇലയെല്ലാം പോയി ഒരു ബ്രൗൺ, ഒരു പ്രത്യേക കളറിലെ മരങ്ങളാട്ടോ ഇവിടെ നിൽക്കുന്നത്. കണ്ടില്ലേ, ഇലയല്ല, സോറി, മറ്റേ മരത്തിൻ്റെ സാധനം എന്താ, മരത്തിൻ്റെ ബാർക്കെല്ലാം കൂടെ പോയിട്ട് നമ്മുടെ തൊലി അതെല്ലാം പോയി. ഇത്ര വളവുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വളവും തിരിവെന്ന് പറഞ്ഞ റോഡുകളിലേക്ക് എത്തിയ അടിപൊളി. ഇതാണ് നമുക്ക് വേണ്ടത്. ഇന്നാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. 2 പേരുണ്ടെങ്കിലും 5 പേരുണ്ടെങ്കിലും റൈഡ് ഈസ് റൈഡ്. നമ്മുടെ ബൈക്ക് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ എന്ത് വേണം? ബൈക്കും ഈ പ്രകൃതിയും. അവിടെ ഒരു വെള്ളച്ചാട്ടമല്ല, അത് ഡാം കെട്ടിയേക്കും കേട്ടോ. ഡാമല്ല, ഇങ്ങനെ കെട്ടി നടത്തിയേക്കാം വെള്ളം. ചെറിയൊരു അണക്കെട്ട്, ചെറിയൊരു ഡാം നമ്മുടെ അവിടെ ഉള്ള പോലെ, നമ്മുടെ നാട്ടിലുള്ള പോലെ. 1 ലൈൻ ബ്രിഡ്ജ്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ പാടില്ല. ചെറിയൊരു കുട്ടി ഡാം. ആ, ഓ, ഇപ്പോഴത്തേക്ക് ആൾക്കാരുടെ മര്യാദ കണ്ടില്ലേ. 1 ലൈൻ ബ്രിഡ്ജ് ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് എങ്ങനെയും 2 വണ്ടി അതേ കൊണ്ട് ഒരുമിച്ച് കയറ്റിക്കൊണ്ട് പോകും ആൾക്കാർ. എവിടെ എല്ലാം നിർത്തി കൊടുത്ത് ഭയങ്കര കട്ടസി. ഈ റൂട്ട് ഇതുവരെ ഞങ്ങൾ വന്നിട്ടില്ല കേട്ടോ. ഇത് കൊള്ളാലോ റൂട്ട്. ഇത് ഫുള്ള് ഹെയർപിന്നാണല്ലോ. ഇതിപ്പോൾ നാട്ടിൽ ചുരം കയറുന്നവരുണ്ട്. നല്ല ശരിക്കും ട്വിസ്റ്റ്, നല്ല ട്വിസ്റ്റീസ് അല്ലേ. ബ്രോ ആണെങ്കിൽ രാവിലെ പറഞ്ഞു നമുക്ക് നല്ല വളവും തിരിവുള്ള റോഡ് വേണം നാട്ടിലത്തെ കൂട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ മാപ്പ് കണ്ട് ചാടി ഇറങ്ങിയത്. ഈ റോഡ് കുഴപ്പമില്ലെന്ന് തോന്നുന്നു, അത്യാവശ്യം വളവും തിരിവുണ്ട്. ശരിക്കും നാട്ടിലത്തെ ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ വളവിലും തിരിവിലും 100 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റോ, എൻ്റെ അമ്മോ. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇനി അങ്ങോട്ട് അധികം വളവും തിരിവൊന്നുമില്ല. സ്ട്രൈറ്റ് റോഡാണ്, ഫുൾ കൺട്രി സൈഡ് റോഡാണ്. ഇങ്ങനത്തെ റോഡുകളിൽ കൂടെ ഓടിക്കുമ്പോൾ കിട്ടുന്നൊരു പ്രത്യേക സമാധാനം എന്ന് വെച്ചാൽ വണ്ടിയൊന്നും അധികം ഇല്ല. അതാണ് ഏറ്റവും വലിയ സമാധാനം. മറ്റേ നമ്മൾ ട്രാഫിക് നോക്കാൻ പോകണം അതിൻ്റെ ഇടയിൽ കൂടെ. ചുമ്മാ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഫ്രീഡം. ഈ ബൈക്ക് ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം എന്താ അറിയും, നമ്മുടെ എൻഡോർഫിൻസും ഡോപ്പമൈനും നമ്മുടെ എല്ലാം നല്ല നല്ല കെമിക്കൽസ് ബ്രെയിനകത്തുള്ളതെല്ലാം ബ്രെയിൻ ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ അഴുക്ക്, കോർട്ടിസോളും സ്ട്രെസ്സിൻ്റെ കാര്യങ്ങളും സ്ട്രെസ് ലെവൽസൊക്കെ അടിച്ച് താഴെ പോകും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം നമ്മൾ ഈ വണ്ടി ഇങ്ങനെ ഇരുന്ന് നമുക്ക് ശരിക്കൊരു ഫ്രീഡം, നമ്മളതിങ്ങനെ എൻജോയ് ചെയ്യില്ല. നമ്മളിങ്ങനെ കൈ കൊടുത്ത് അങ്ങനെ പറന്ന് നമ്മുടെ ഫ്രീഡം എൻജോയ് ചെയ്യാം. നമുക്ക് കാലും കൊണ്ട് എന്തായാലും ഇത്ര സ്പീഡിൽ പോകാൻ പറ്റില്ലല്ലോ. പിന്നെ കാറിനകത്തൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ അടച്ചു കൂട്ടിയിരിക്കുമ്പോൾ അത് വേറൊരു ഇതാണ്. അതെ, എന്നാലേ ഞാൻ പറയുന്നത് കാറും ഫീലൊക്കെ തന്നെയാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻറ്റ് ഫീൽ. നമ്മൾ ഇരുന്ന് നേരിട്ട് കണ്ടുകൊണ്ട് ആസ്വദിച്ച്. ഇപ്പോഴും നല്ല ക്ലൈമറ്റ് തന്നെ. ഇന്ന് ഫുള്ളിങ്ങനെ മൂടി നിന്ന അടിപൊളിയായിരിക്കും. നല്ല റൈഡിന് പറ്റിയ ക്ലൈമറ്റ്, നല്ല തണുത്തൊരു കൂൾ ബ്രീസും ഉണ്ട്. ഇത് ഇവിടോട്ട് ഞങ്ങൾ ലൊക്കേഷൻ ഇട്ടേക്കുന്നത്. ഇത് ഏത് ടോപ്സാണ്? ഇത് നിൽക്കുന്ന ഇവരുടെ ഫ്രണ്ട്സ് നിൽക്കുന്ന സ്ഥലത്തോട്ടേക്ക് പോകുന്നതെന്ന്.
നല്ല സ്ഥലം കേട്ടോ, നല്ല ഫോറസ്റ്റ് വൈബ്. നമ്മൾ ഇങ്ങോട്ടല്ല, ഇത് അല്ല, ഇത് ഫ്രണ്ട്സ് നിൽക്കുന്ന സ്ഥലമല്ലേ? ഇവിടുത്തെ കേറിട്ട് പോവല്ലേ? എന്നിട്ട് പോവല്ലേ? ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ, അതാ നല്ല. 10 മിനിറ്റ് എത്ര സമയം വെച്ചാൽ? അയ്യോ, എന്നിട്ട് നമുക്ക് നേരെ പോവാം. പെട്ടെന്ന് നിന്ന് പോയി, അതാ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ റൂട്ട് കയറി അങ്ങനെ ഫുള്ള് പോവാം. ആയിക്കോട്ടെ, അത് നല്ല. ഓക്കെ. റിട്രീറ്റ് ഗസ്റ്റ് നല്ല റിട്രീറ്റ് ആണല്ലേ. അത് ബ്രോയുടെ ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു. ഹായ്, എന്തുണ്ട്? നിതിൻ. ആ, അങ്ങനെ ഞങ്ങൾ അവരുടെ അടുത്ത് നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി. ഇപ്പം അവരെല്ലാവരും കൂടി ഇവിടെ സീക്ലിഫ് ബ്രിഡ്ജിലോട്ട്, നമ്മുടെ ബ്രോഡ് ചർച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ സീക്ലിഫ് ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എല്ലാം മാറി. ഞങ്ങൾ അവിടുന്ന് ആക്ച്വലി അവരെ 10 മിനിറ്റ് കണ്ട് റൈഡ് പോകാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഇനിയിപ്പം ഞങ്ങൾ അവരുടെ കൂടെ ഈ സീക്ലിഫ് ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് വേണം ഞങ്ങൾക്ക്, അവിടുന്ന് പിന്നെ എങ്ങോട്ടെങ്കിലും റൈഡ് പോകണം. റൈഡ് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങളിപ്പം അവർ നിൽക്കുന്ന സീക്ലിഫ് ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് പോകും. എൻ്റെ വണ്ടിക്ക് ഇനി ആകെ 70 കിലോമീറ്ററൂടെ പോകാനുള്ള ഫ്യൂലേ ഉള്ളൂ. എവിടുന്നേലും ഒരു പമ്പ് കണ്ടുപിടിക്കണം. ഈ അവിടെ പോകുന്ന വഴിക്കൊരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു, പണ്ടെങ്ങാണ്ട് വന്ന ഓർമ്മയുണ്ട്. നല്ല കാലാവസ്ഥ കേട്ടോ, വീണ്ടും സൂര്യൻ നല്ല മൂടി നിൽക്കുന്ന നല്ല ക്ലൈമറ്റ് റൈഡിങ്ങിന്. ഈ സ്ഥലമൊക്കെ അടിപൊളി കേട്ടോ, നല്ല പച്ചപ്പ്, നല്ല മലകൾ, അവിടെ കടൽ. എപ്പോഴും ബൈക്കേഴ്സ് പോകുന്ന ഒരു റൂട്ടായത്. നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ബൈക്ക് ഓടിക്കാൻ പറ്റുന്ന റൂട്ടാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കടൽ കാണാൻ തുടങ്ങും. മാപ്പിനകത്ത് കടൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് സീക്ലിഫ് ബ്രിഡ്ജിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് തോന്നുന്നു. അതാണ് കടൽ. ഇതൊരു ഫേമസ് സ്ഥലം കേട്ടോ. ഇവിടുത്തെ എല്ലാ ബൈക്കേഴ്സും ആൾക്കാരെല്ലാം ചുമ്മാ ഡ്രൈവിന് വരുന്ന ഒരു ഫേമസ് സ്പോട്ടാണ്. പോലീസ് ഉണ്ടോ എന്നാണ് അവർ കാണിക്കുന്നതെന്ന് തോന്നുന്നു. ഹെൽമെറ്റ് തൊട്ട് കാണിക്കുന്നെങ്കിൽ എന്തായാലും നമ്മൾ സ്പീഡ് ലിമിറ്റിലാണ്. നമ്മുടെ അത്രയും മര്യാദയ്ക്ക് പോകുന്ന ഒരു ആരുമില്ല ഈ സ്ഥലമൊക്കെ എത്തിക്കാൻ. നമ്മൾ പബ്ലിക് സ്ഥലത്തോട് വളരെ നീറ്റായിട്ടാണ് പോകുന്നത്. ഇതാണ് സീക്ലിഫ് ബ്രിഡ്ജ്. ഇതാണ് ഓസ്ട്രേലിയയിൽ. ഇത് ഡ്രോൺ വ്യൂവിലൊക്കെ അടിപൊളിയായിരിക്കും. അടിച്ചു നോക്കിയാൽ മതി സിഡ്നി സീക്ലിഫ് ബ്രിഡ്ജ് എന്ന്. കണ്ടോ, ഇന്നത്തൊക്കെ പറഞ്ഞ പോലെ വിഷ്വൽ ബ്യൂട്ടി. ഓഫ്, എന്തു ഭംഗിയാ. ഈ ബ്രിഡ്ജിൽ കൂടെ വണ്ടി ഓടിക്കലൊരു വൈബ് തന്നെ കേട്ടോ ഗൈസ്. എൻ്റെ കണ്ണിലെല്ലാം മണൽ പോകുന്നുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ സീക്ലിഫ് ബ്രിഡ്ജ്. അവൻ്റെ ഫ്രണ്ട്സാണ്, നമ്മുടെ ബ്രോയുടെ ഫ്രണ്ട്സാണ്. നല്ല വൈബ് ആൾക്കാർ കേട്ടോ, നല്ലൊരു ഗ്രൂപ്പാണ്.
എവിടുന്നൊക്കെ വെച്ച് അടിപൊളി നല്ല റൈഡല്ലേ. എന്നെ റീൽ എടുക്കണം ആക്ച്വലി ഇത് തിരിച്ചിട്ടിട്ട്. ഈ ഗോപ്രോ ഒന്ന് തിരിച്ച് ഫിറ്റ് ചെയ്യണം. മറ്റേ അത് റീലിൻ്റെ സൈസിൽ വരും. അടിപൊളി. നല്ല ആ മരങ്ങളെല്ലാം നിൽക്കുന്ന നല്ല അടിപൊളി ഒരു. അതാണ് ഇവിടെ ഒത്തിരി പേര് വരുന്നത്. ഒത്തിരി ബൈക്കേഴ്സ് എത്ര പേരാ? പോലീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ? ആ ഉണ്ട്. അതാണ് നമുക്ക് സൈൻ വന്നത്. തല കാണിച്ചത് അങ്ങോട്ട് പോയാ നമുക്ക് കുഴപ്പമില്ല. നമ്മളെല്ലാം സെറ്റല്ലേ. ഫുൾ പേപ്പറും കാര്യങ്ങളും. ആ റൈഡ് ചെയ്യുമ്പോൾ വ്യൂ അടിപൊളി. എനിക്കൊന്ന് ഗോപ്രോ തിരിച്ച് സെറ്റ് ചെയ്തിട്ട് പോകണം. എന്താ ചെയ്യുക, നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വിടണോ അങ്ങോട്ട്? അല്ല, എനിക്ക് പെട്രോൾ അടിക്കണം. അപ്പോൾ നേരെ പോകണം. അതെ, എൻ്റെ വണ്ടി ഏകദേശം എംറ്റി ആയി. ഇനി 40 കിലോമീറ്റർ കൂടെ പോകത്തുള്ളൂ എന്ന് കാണിക്കുന്നു. അങ്ങോട്ട് പോയിട്ട് പോലീസോ? എല്ലായിരിക്കും, അവർ പോവായിരിക്കും. ഈ ഹെൽമെറ്റ് ഇങ്ങനെ തൊട്ട് കാണിച്ചതിൻ്റെ അർത്ഥം സംഭവം ഉണ്ടെന്ന്, ആരൊക്കെ ഉണ്ടെന്ന്. അടുത്ത പെട്രോൾ പമ്പ് അല്ലേ അടുത്തൊന്നും ഇല്ലാത്ത? ഈ ഞങ്ങൾ മറ്റേ ബ്രോക്കിൽ പോയപ്പോൾ ഇതേപോലെ ആയിരുന്നു. എവിടെയും പമ്പില്ല ബ്രോ. ഇവിടെ ഫ്രണ്ടിലൊരു പമ്പുണ്ട് BP-യുടെ, നേരെ മുമ്പിലോട്ട് പോകുമ്പോൾ. എത്ര കിലോമീറ്റർ പോകണമെന്ന് എനിക്കറിയില്ല അപ്പം അല്ലേ. എത്ര കിലോമീറ്റർ ഉണ്ട്? എങ്ങനെയാ പോകണ്ടേ ബ്രോ? നമുക്ക് ഇനിയിപ്പം നമ്മളിനി ഇങ്ങനെ പോകാന്നല്ലേ പറഞ്ഞേ? അതോ അല്ല, അപ്പിന് വഴി നമുക്ക് കുറച്ചങ്ങ് പോവാം കേട്ടോ. അതാ വേറെ. നമുക്ക് മുളങ്ങോങ്ങി എന്നിട്ട് നോക്കാം. മുളങ്ങോങ്ങി എന്നിട്ട് നോക്കാം. അങ്ങനെ ഞാൻ പെട്രോൾ പമ്പിലെത്തി. ഞാൻ പെട്രോൾ അടിച്ചിട്ട് തീരുമാനിക്കണം എങ്ങോട്ട് പോകണം, നേരെ പോകണോ തിരിച്ചു പോകണോ, ഏത് റൂട്ട് പോകണം, ഒരു ഐഡിയ ഇല്ല എങ്ങോട്ട് പോകേണ്ടിയെന്ന്. ഏതായാലും പെട്രോൾ അടിക്കട്ടെ, എന്നിട്ട് നോക്കാം ബാക്കി കാര്യങ്ങൾ. നമ്മളെ 90
98 മാത്രമേ കുടിക്കത്തുള്ളൂ. 98 മാത്രമേ അവന് പറ്റത്തുള്ളൂ. നാടാകെ നടനം കണ്ടേ ആടിക്കാറിളകി വരുന്നേ അരയാലില ആടിയുറഞ്ഞേ കുഴലൂതണ നാദം കേട്ടേ നാടാകെ നടനം കണ്ടേ ചാരത്തൊരു മഴവില്ലുണ്ടേ ചാരത്തൊരു മഴവില്ലുണ്ടേ ചേരത്ത നിറങ്ങൾ തന്നേ കാണാത്തൊരു കനവും കണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ മുടിയാട്ടും കടലും കണ്ടേ കലിയാടണ കാടും കണ്ടേ പൊടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ വെള്ളം വല്ലതും വാങ്ങിക്കാം, ഞാൻ വാങ്ങിക്കാം. ഞാനാരെന്നറിവു ഞൊറിഞ്ഞേ കാലത്തിര ഇളകി പെട്രോൾ അടിച്ചു. കാറ്റുണ്ട് ഇവിടെ, കാറ്റോടിക്കണം എനിക്ക്. പാരാകെ തേടി നടന്നേ ഞാനാരെന്നറിവു ഞാൻ ഇതേ കഴിച്ചിട്ടുള്ളൂ, എനിക്ക് ബാക്കി അറിയത്തില്ല. ഞാൻ ഇതാ കഴിച്ച കിവി. അത് സൂപ്പറായിരുന്നു. ഇത് കൊള്ളൂല. ഇത് സോപ്പ് വെള്ളത്തിന്റെ ടേസ്റ്റാ. ഇത് സോപ്പ് വെള്ളത്തിന്റെ ടേസ്റ്റാ. ഇതാ ആക്ച്വലി നല്ല. ഇത് ട്രൈ ചെയ്യാം. ബാ ഓക്കെ, ഇത് തന്നെ ബ്രോ. ഇത് കൊടുത്തു ബ്രോ. പെട്രോൾ അടിച്ചോ? ഒന്ന് മതി, ഒരു വെള്ളം മതി, ഒറ്റ വെള്ളം, ചെറിയ ഇതിൽ പറഞ്ഞു. ബ്രോ ദാറ്റ് ബൈക്ക്. അങ്ങനെ ഞങ്ങൾ എങ്ങോട്ടോ അറിയാതെ ഞങ്ങൾ വണ്ടി എടുത്തോണ്ട് പോകാൻ ചുമ്മാ ഒരു റൈഡ്. എത്തുന്നിടത്തെത്തും. അങ്ങോട്ട് പോയ പോലീസ് ഉണ്ടാവും, ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ല, തിരിച്ച് ഇപ്പുറത്തൂടെയാണ് ഞങ്ങൾ പോകുന്നത്. നമ്മുടെ എന്ത് പറ്റി? ഉണ്ടോ? എപ്പോഴും പേടിപ്പിക്കുന്ന ഒരു സാധനമാണ് താക്കോല്. അപ്പം ഞങ്ങൾ നേരെ റിട്ടേൺ നമ്മുടെ ഫോറസ്റ്റ് റൂട്ടിൽ കൂടെ അടിക്കാൻ പോവാ. അപ്പം നമുക്ക് അങ്ങനെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് ഞങ്ങൾ പോവുകയാണ്. കടല് പ്രൈവറ്റ് ബീച്ചുകളാണെന്ന് തോന്നുന്നു കേട്ടോ. പ്രൈവറ്റ് ബീച്ചല്ല, ആക്ച്വലി ചെറിയ ബീച്ചുകൾ, ആൾക്കാരൊന്നും അധികം ഇല്ലാത്ത കുറച്ച് പേര് മാത്രം. കോസ്റ്റ് ഗാർഡും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും ഒന്നും ചെയ്യാൻ സഹായിക്കാൻ ആരും കാണത്തില്ല. ഇവിടുത്തെ ലോക്കൽസ് എല്ലാം പോകുന്ന ബീച്ചാണെന്ന് തോന്നുന്നത്. കുഴപ്പമില്ല, ഇത് വേറെ വൈബ്. ഇതിലെങ്ങനെ നമ്മുടെ കോസ്റ്റൽ സൈഡിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ. ഇത് ബീച്ചല്ല, നല്ല ബീച്ചാട്ടോ. ഇത് നോർത്ത് ബുളങ്കോങ് അല്ല, ഏതോ ഒരു ബീച്ച്, ബുളങ്കോങ്ങിലെ അടുത്തുള്ള ഏതോ ഒരു ബീച്ച്. അത്യാവശ്യം വണ്ടിയൊക്കെ ഉണ്ട്, തിരക്കൊക്കെ ഉള്ള സ്ഥലം. അപ്പം ഞാൻ മാപ്പ് വെച്ചിട്ടില്ല. ഏകദേശം ഇവിടുന്ന് ഒരു 50 മിനിറ്റാന്ന് തോന്നുന്നു അവിടെ വരെ. അതിൻ്റെ ഉള്ളിലാന്ന് തോന്നുന്നു റൈഡുള്ളൂ. അപ്പോൾ ഞങ്ങൾ മറൈൻ റോഡ് പുറകെ പോവുക. നല്ല വ്യൂ ആണല്ലോ. ഇവിടെ ഫുള്ള് ഇങ്ങനെ ബീച്ച് സൈഡൊക്കെ കഴിച്ചു. ഇവിടുത്തെ ആൾക്കാർ എല്ലാവരും ബീച്ചിലും ചാടി, ചെക്കന്മാരൊക്കെ വെള്ളത്തിൽ ചാടി പോകുന്ന കണ്ടില്ലേ.
ഇനിയിപ്പോൾ പെട്ടെന്ന് ഇവിടുന്ന് സീനറി ചേഞ്ച് ആവും. ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് നേരെ ഞങ്ങൾ ഫോറസ്റ്റ് റോഡ് കയറി അങ്ങനെ ഞങ്ങൾ റോയൽ നാഷണൽ പാർക്ക് ഫോറസ്റ്റിൽ കൂടെ അങ്ങനെ പോകും. അപ്പോഴത്തേനും പിന്നെ വേറൊരു വ്യൂ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ പമ്പൊക്കെ വളരെ ശോചനീയം. പഴയ പമ്പ്. അയ്യോ എൻ്റെ മോർന്ന് അടിക്കാൻ ഞാൻ തന്നെ. ഇതൊക്കെ ഇവിടുത്തെ പഴയ ചെറിയ ചെറിയ കോസ്റ്റൽ ടൗണുകളാണ്. അപ്പോൾ ഗൈസ് ഇവിടെ നിന്ന് വേറൊന്നും കാണിക്കാതെ ഇതേ ഉള്ളൂ. ഈ സ്ഥലമൊക്കെ തന്നെ അങ്ങോട്ട് കുറച്ചുകൂടെ ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ എത്തിയിട്ട് ഗോപ്രോ ഓണാക്കാം നമ്മുടെ ഫോറസ്റ്റ് റൂട്ട്. ഞങ്ങളിപ്പോൾ ആക്ച്വലി തിരിച്ചതിൽ അങ്ങോട്ട് പോയിരുന്നെങ്കിൽ പെട്ടെന്ന് എത്തിയേനെ. നമ്മുടെ ശ്രീ വെങ്കടേശ്വര എന്ന് പറയുന്ന അമ്പലമുണ്ട് അവിടെ നല്ല അടിപൊളി ഒരു ക്യാൻറ്റീനുണ്ട്, നല്ല ഫുഡൊക്കെയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ തിരിച്ചതിൽ വിട്ടായിരുന്നേ പെട്ടെന്ന് അങ്ങോട്ട് എത്തിയേനെ. നമുക്ക് അവിടെ നിന്ന് ചായ കുടിച്ച് അങ്ങനെ പോകുമായിരുന്നു. പക്ഷേ ഞങ്ങളതിന് അധികം ഓടിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ സമയം 12:30 ആയിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ ലോങ് റൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചുള്ളൊരിതിൽ പോവാം. ഇതാണ് ഗൈസ് ഓസ്ട്രേലിയ. ഇതാണ് തിരുൾ എന്ന് പറയുന്ന സ്ഥലം. തിരുൾ എല്ലാം നല്ല നമ്മുടെ നാട്ടിലത്തെ പേര് പോലെ സ്ഥലങ്ങളുടെ പേരൊക്കെ. എന്നിട്ട് പിന്നെ തിരിച്ച് സമയം കുഴപ്പമില്ല. കുറച്ച് വൈകുന്നേരം ഒരു 3 മണിക്ക് മുമ്പ് വീട്ടിലെത്തണം. ആദ്യം അത് അവിടെ വാട്ടർഫോൾ സ്റ്റേഷന്റെ അടുത്ത് നടക്കുന്നത്. എന്നാ ഇവിടെ വിട്ടാലോ ഈ ലുക്കൗട്ട്? 10 മിനിറ്റ് ഈ ലുക്കൗട്ടിൽ പോവാ, എന്നിട്ട് നേരെ തിരിച്ചു നമുക്ക്. അത് ഞാനന്ന് മാപ്പ് ഇട്ടില്ല. ഞാൻ വിചാരിക്കും എന്തോ ഇത്ര നേരം പോയിട്ട് നമ്മൾ സ്റ്റാൻവെൽ ടോപ്സ് എത്തിയില്ലേ അവിടെ. അല്ല അവിടെ എവിടെ റൈറ്റ് എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോകണമായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് ഇച്ചിരി റോയൽ നാഷണൽ ഫോൾസ് വരെ പോയിട്ട് വരാം. ഇത് ഞാൻ എങ്ങോട്ടാ പോകണ്ടേ? അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? അങ്ങോട്ടല്ലേ? ഓക്കെ. ഗൈസ് അങ്ങനെ ഞങ്ങൾ കാട്ടിക്കൂടെ പോകാനുള്ള റോഡ് തെറ്റി ഞങ്ങൾ അവസാനം തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിയിലെത്തി. ഞങ്ങൾ ലെഫ്റ്റ് തിരിയാൻ മറന്നുപോയി. മാപ്പ് നോക്കാതെ നല്ല റോഡായിരുന്നു. 110 ആയിരുന്നു. അടിച്ചു വിട്ടെങ്കിൽ പോകുന്നു. അപ്പോൾ ഇനി ഞങ്ങളിവിടെ അടുത്തുള്ളൊരു ചെറിയ ഒരു ലുക്കൗട്ട് വരെ പോയിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ട് 9 മിനിറ്റ് 7 കിലോമീറ്റർ. അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകാം. നോക്കാം, നമുക്ക് ആ റൂട്ട് കയറിയിട്ടേ വേണം അതിലെ കൂടെ കറങ്ങി നമുക്ക് ഇതിലേ വന്നിറങ്ങാം. അപ്പടെ ഫോറസ്റ്റ് റൂട്ട് തന്നെ. അപ്പോൾ ഞങ്ങൾ വഴി തെറ്റിപ്പോയാണ്. ഞങ്ങളിപ്പോൾ വേറൊരു സൈഡിലൂടെ ഇവിടെ കയറി റോയൽ നാഷണൽ പാർക്കിൻ്റെ അകത്തൂടെ ഒരു ഇച്ചിരി ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ച് തിരിച്ച് പോകാമെന്ന് വിചാരിച്ച് വന്ന് കയറിയത്. കാരണം ഇത്രയും ഓടിച്ചിട്ട് പിന്നെ ഹൈവേ കൂടെ ഓടിച്ച് വീട്ടിൽ പോയിട്ട് കാര്യം കണ്ടോ. വെൽക്കം ടു ഗ്രാൻഡ് പസഫിക് ഡ്രൈവ്.
ഇവിടെ എന്തൊക്കെ ഞാൻ വിചാരിച്ചു അവിടെ തിരിയാനുള്ളതാണ്. ഇപ്പോൾ കാശ് ഒന്നും ഈ റോഡ് ഇങ്ങനെ നേരെ പോകുമ്പോഴാണ് നമ്മുടെ പസഫിക് ഡ്രൈവ്. ഈ റോഡായിരുന്നു ഞങ്ങൾ ആക്ച്വലി ഓടിക്കാൻ വിചാരിച്ച ഡ്രൈവ്, പക്ഷെ ഞങ്ങൾ ഓടിച്ചില്ല. എന്തോ ലുക്കൗട്ട് ഉണ്ട് ഇവിടെ, ജസ്റ്റ് ഒന്ന് കയറി കണ്ടിട്ട് വരാം. ബുഗോണ ലുക്കൗട്ട് 240. ഓ, അരമണിക്കൂർ റിട്ടേണാ. 15 മിനിറ്റ് അങ്ങോട്ട്, 15 മിനിറ്റ് ഇങ്ങോട്ട്. ചുമ്മാ വണ്ടി വേണോ? വേണ്ടല്ലേ, വെറുതെ ചൂടല്ലേ? ആ വേണ്ട. നമുക്ക് ഈ കാട്ടിൽ കൂടെ പോയി അപ്പുറം വീട്ടിൽ പോകാനുള്ള വഴി ഉണ്ടോ എന്ന് നോക്കിയേ. ആ, ഹീത്ത് കോട്ട് വഴിയാണ് ബ്രോ കാണിക്കുന്നത്. എവിടെ നിന്നും കഴിക്കാം, ഒരു കുഴപ്പമില്ല. കഫേ ലോട്ടസ് എന്ന് പറഞ്ഞൊരു കഫേ ഉണ്ട് ഇവിടെ അടുത്ത്. എന്നാൽ ലോട്ടസിലോട്ട് വിട്ടാലോ? ഗൈസ്, അങ്ങനെ അപ്പം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ സമയമായി, 1 മണിയായി. ലഞ്ച് കഴിക്കുക, പിരിയുക, മറ്റേ നേരം വീട്ടിലോട്ട് വെച്ച് പിടിപ്പിക്കുക. 1 മണിക്കൂർ, 2 മണി, 2:30 3 മണിക്ക് മുമ്പ് വീട്ടിലെത്തും. കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ഞങ്ങൾ ഈ ഫോറസ്റ്റ് റൂട്ട് മിസ്സായി. ഇതിൽ ആക്ച്വലി ഞങ്ങൾ പുറകിൽ നിന്ന് വരേണ്ടിയായിരുന്നു. എന്നിട്ട് ഇതിലെ വന്ന് എക്സിറ്റ് അടിച്ച് വീട്ടിൽ പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാന്. പക്ഷെ അത് നടന്നില്ല. സാരമില്ല, അടുത്തോട്ട് നോക്കാം. എന്തൊക്കെ ഹൈവേ കൂടെ നല്ല ഫണ്ണായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലത്തെത്തി. വീണ്ടും തിരിച്ചുപോയി, വീണ്ടും ആ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി. അയ്യോ, എത്ര പേരാ ഇവർക്ക്? ക്ലബ് ഓൺ ഈസ്റ്റ്, മൈക്ക് ഗ്രിൽ, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു 3 പേര്. എന്നുവെച്ചാൽ ആരും എവിടെ നോക്കിയാലും പിന്നെ അവിടെ തന്നെ എത്തിക്കോ. 2 വട്ടം വന്നാൽ പിന്നെ ആരും തിരിച്ചു പോവില്ല. നല്ല സ്ട്രാറ്റജിയാണല്ലോ നമുക്ക്. അങ്ങനെ ഞങ്ങൾ ലഞ്ചെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുക. എനിക്കിനി 23 മിനിറ്റ് കൂടെ ഉള്ളൂ. നമ്മുടെ മാർവിൻ ബ്രോഫ് ഉണ്ട്. അങ്ങനെ ഇപ്പം ഞങ്ങൾ ഇന്നത്തെ റൈഡ് കഴിഞ്ഞു. നല്ല ചൂടായി, പറഞ്ഞ പോലെ കാർമേഘവും കാര്യങ്ങളും എല്ലാം പോയി. നല്ല വെയിൽ, കട്ട വെയിൽ, കട്ട ചൂട്. എങ്ങനെയെങ്കിലും വീട്ടിലെത്തണം. സമയം 2:45. ഒരു 2:50 ആകുമ്പോൾ വീട്ടിലെത്തും. എക്സാക്ട്ലി 3 മണിയാകുമ്പോൾ വിചാരിച്ച പോലെ തന്നെ വീട്ടിലെത്തും. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാം. ഇതേ ഉള്ളൂ. പരിപാടിയെല്ലാം കഴിഞ്ഞു. റൈഡെല്ലാം സെറ്റായിരുന്നു, അടിപൊളിയായിരുന്നു.